നിങ്ങളുടെ സൈലൻസ് ആണ് അവരോടുള്ള ഏറ്റവും വലിയ റിവെഞ്ച്. നിങ്ങളുടെ എക്സ് ഇപ്പോൾ നല്ല പെയിനിലാണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തിയുടെ വേദനയും സഫറിങ്സും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആകാത്തത്. അവർ അവരുടെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് വച്ചിരിക്കുന്നതൊന്നും തന്നെ വേറെ ആർക്കും കാണുവാൻ കഴിയില്ല. അത് കാണുവാനും അറിയുവാനും കഴിയുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് മനസ്സിലാകും അവരുടെ ഇമോഷൻസ് അവർ എത്രമാത്രം സപ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അവരവരുടെ പെയിൻ ഹൈഡ് ചെയ്യുന്നതും ഹാപ്പിയാണെന്ന് പ്രിറ്റൻഡ് ചെയ്യുന്നതുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ സ്നേഹിച്ചതുപോലെ ആരും ഒരിക്കലും ഈ വ്യക്തിയെ സ്നേഹിക്കില്ല. നിങ്ങൾ എത്രമാത്രം ഈ വ്യക്തിക്ക് സ്നേഹം കൊടുക്കുവാൻ ശ്രമിച്ചോ അത്രമാത്രം അവർ പുൾ ബാക്ക് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ഫസ്റ്റ് ടൈം വന്നപ്പോൾ അവർ നിങ്ങളെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. കാരണം അതൊരു ഇനീഷ്യൽ സ്റ്റേജ് ആയിരുന്ന ടൈമിലാണ്. അതായത് അവരുടെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഒരു വ്യക്തിയുമായി കണക്റ്റ് ആയതിൻ്റെ ഫീലിങ്സ് ആയിരുന്നു. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ വേറെ ആരും ഈ വ്യക്തിയെ മനസ്സിലാക്കിയിട്ടില്ല. ഈ റിലേഷൻ്റെ ബിഗിനിങ്ങിൽ വളരെ ഹാപ്പി ആയിരുന്നു, ഗുഡ് ഫീലിങ്സ് ആയിരുന്നു. ലേറ്റ് നിങ്ങളുടെ എമ്പതി അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയി തുടങ്ങി. നിങ്ങൾ സ്നേഹിച്ചതുപോലെ ആരും അവരെ സ്നേഹിക്കുകയുമില്ല. നിങ്ങൾ അവരോട് കൂടുതൽ ക്ലോസ് ആകാൻ ശ്രമിക്കുമ്പോൾ അവരെന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അവർ നിങ്ങളിൽ നിന്നും അകലാൻ ശ്രമിക്കും. കാരണം നിങ്ങൾ ഇത്രയും സ്നേഹിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ സ്നേഹം അവരുടെ ഇൻഡിപെൻഡൻസിനെ നശിപ്പിക്കുമെന്നാണ്. നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യും. ഇതൊക്കെയാണ് അവർ കരുതുന്നത്. അവരവരുടെ ലൈഫിൽ നിന്ന് പഠിച്ചത് അതൊക്കെയായിരുന്നു. അവരുടെ ലൈഫിൽ അവർക്കുണ്ടായിരുന്ന ആളുകൾ സ്നേഹത്തിൻ്റെ പേരിലാണെങ്കിൽ പോലോ അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണെങ്കിലും അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല അവരെ കണ്ടിരുന്നത്. നിങ്ങൾ അവരെ ശരിക്കും സ്നേഹിച്ചിരുന്നു. പക്ഷേ ഈ വ്യക്തിയുമായിട്ട് കൂടുതൽ എടുത്തപ്പോൾ അവർ ശരിക്കും പേടിച്ചുപോയി. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ അവരിൽ നിന്നും അകറ്റി നിർത്താൻ ശ്രമിച്ചു. അവർ നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും അവരുമായി അടുക്കാൻ ശ്രമിക്കും. കാരണം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കുറച്ചുകൂടെ സ്നേഹിച്ചാൽ അവർ ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ വീണ്ടും നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളോട് ഓപ്പൺ ആകുമെന്നൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ അടുക്കും തോറും അവർ നിങ്ങളെ കൂടുതൽ അകറ്റാനും ശ്രമിക്കും. പക്ഷേ ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തിയപ്പോൾ നിങ്ങൾ ബ്രേക്ക് ഡൗൺ ആയി. നിങ്ങൾക്കൊട്ടും തന്നെ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥയായി. അങ്ങനെ നിങ്ങളുടെ സ്നേഹത്തെ അവർ മിസ്ട്രീറ്റ് ചെയ്തപ്പോൾ പിന്നീട് ആ ബന്ധത്തിൽ നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ അവരിൽ നിന്നും ശരിക്കും അകന്നുപോയി. ആദ്യം നിങ്ങൾ സൈലൻ്റ് ആയി കഴിഞ്ഞപ്പോൾ അവർ വളരെ ഹാപ്പി ആൻഡ് ഫീലിംഗ് ഗുഡ് ആയിരുന്നു. നിങ്ങളുടെ സ്നേഹം അവരെ ഒരുപാട് സഫോക്കേറ്റ് ചെയ്തിരുന്നു. അവർ ചിന്തിച്ചു അവരുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ കൺട്രോളിൽ ആയി എന്നൊക്കെ. അതൊക്കെ ശരിക്കും അവരുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു കേട്ടോ. പിന്നീട് നിങ്ങൾ ശരിക്കും പോയതാണെന്ന് മനസ്സിലായപ്പോഴേക്കും അവർ ശരിക്കും തകർന്നു പോയി. ആദ്യമൊക്കെ അവർ കരുതി നിങ്ങളില്ലാതെ അവർ ഓക്കെ ആണെന്നൊക്കെ. എനിക്കാരും വേണ്ട, എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ എൻജോയ് ചെയ്യുമെന്നൊക്കെയാണ് അവർ കരുതിയിരുന്നത്. അതുപോലെ തന്നെ അവർ വേറെ പല കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരുന്നു. നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാനും അതിൻ്റെ ഇടയ്ക്ക് അവർ ശ്രമിച്ചു കേട്ടോ. പക്ഷെ നിങ്ങൾ വളരെ സൈലൻ്റായി തന്നെ ഇരുന്നു, ഒന്നിനും തന്നെ റിയാക്ട് ചെയ്തില്ല. അപ്പോൾ മാത്രമാണ് നിങ്ങൾ മുഴുവനായിട്ടും ഈ റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു എന്ന് അവർ മനസ്സിലാക്കിയത്. ഇപ്പോൾ അവർ ഓർക്കുകയാണ് നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ നല്ല നിമിഷങ്ങളെക്കുറിച്ച്. ആരും ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളും സ്നേഹവും ഒക്കെ നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു. പക്ഷേ അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ അവർ സ്വയം ചോദിക്കാൻ തുടങ്ങി, ഞാൻ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തു പോയത്? ഈ പേഴ്സൺ ഇനി എന്നിലേക്ക് തിരിച്ചു വരുമോ? അതോ ഞാൻ ഇനി അവരുടെ അടുത്തേക്ക് തിരിച്ചു പോയാൽ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ? ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങൾ ആ വ്യക്തിയെ കീറി മുറിക്കാൻ തുടങ്ങി. അപ്പോൾ ആ വ്യക്തിയുടെ ഈഗോ അവരോട് പറയും, നിങ്ങൾ തിരികെ പോകണ്ട, നിനക്ക് ആ വ്യക്തി ഇല്ലാതെ തനിച്ച് ജീവിക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ആ ഒരു ഈഗോ അങ്ങ് മാറിക്കഴിയുമ്പോൾ അവരുടെ മനസ്സ് പറയും, നീ തിരിച്ചു പോകണം, നിനക്ക് അവരെ വേണം, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകും, എനിക്ക് ആ വ്യക്തിയെ വേണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവരുടെ എനർജി. നമുക്ക് നോക്കാം ആ വ്യക്തി ആ ഡാർക്ക്നെസ്സിൽ തന്നെ നിൽക്കുമോ അതോ ശരിയായ ഒരു ഡിസിഷൻ എടുക്കുമോ എന്നുള്ളത്. ഇവിടെ നമുക്ക് 6 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഈ വ്യക്തി ശരിക്കും ലവ് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവരത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
നിന്നെ എനിക്ക് വേണമെന്ന് അവർ പറയില്ല ഒരിക്കലും. അവരത് പുറമേ കാണിക്കും. എന്താണ്, എനിക്ക് ആരുടെയും സ്നേഹം വേണ്ട, ഞാൻ എലോൺ ആണ് എന്നൊക്കെ. പക്ഷെ അതൊക്കെ ഒരു മാസ്ക് മാത്രമാണ്. അവരുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡ് സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഇന്നർ ചൈൽഡിനെ അവരൊരു മാസ്ക് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അവർ വൾണറബിൾ ആണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഓപ്പൺ ആകാനും സ്നേഹം ചോദിക്കാനും അവർക്ക് വല്ലാത്ത പേടിയാണ്. അവർ ചിന്തിക്കുന്നത് അതൊരു വീക്ക്നെസ് ആണെന്നാണ്. അതുകൊണ്ട് തന്നെ അവർ ഓക്കെയാണ്, സ്നേഹം വേണ്ട എന്നൊക്കെ പ്രിറ്റൻഡ് ചെയ്യാൻ കാരണം. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരാളുടെ സ്നേഹം ശരിക്കും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അവരെന്ന്. പക്ഷെ അത് പുറത്ത് കാണിക്കാൻ അവർക്ക് വല്ലാത്ത ഭയവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് ഒരുപാട് സ്നേഹം കൊടുത്തുകൊണ്ടേയിരുന്നു. ഇതൊരിക്കലും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് ആയിരുന്നില്ല കേട്ടോ. നിങ്ങൾ അവർക്ക് സ്നേഹം കൊടുത്തുകൊണ്ടേയിരുന്നു, അവർ നിങ്ങളിൽ നിന്നും സ്നേഹം എടുത്തുകൊണ്ടേയിരുന്നു. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആ വ്യക്തിക്ക് സ്നേഹം കൊടുത്തുകൊണ്ടേയിരുന്നു. അത് തന്നെയായിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സും. എനിക്കറിയാം ഈ വ്യക്തിയെ ഇവരെന്താണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം, ഇവർക്ക് എന്നെ ആവശ്യമാണെന്ന് എനിക്കറിയാം, അവർ എലോണാണ്, അവർക്ക് എൻ്റെ സപ്പോർട്ട് വേണം, ഇതൊക്കെയാണ് നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നതും. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ അവർക്ക് ഇങ്ങനെ സ്നേഹം കൊടുത്തുകൊണ്ടേയിരുന്നു. പക്ഷെ അവസാനം അവർ നിങ്ങളെ അവരിൽ നിന്നും അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. കാരണം നിങ്ങളുടെ സ്നേഹം കൂടിക്കഴിഞ്ഞപ്പോൾ അവർക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ അവർ നിങ്ങളെ അകറ്റി നിർത്താനായിട്ട് ശ്രമിച്ചു. ഇവിടെ ഈ പേജ് ഓഫ് പെൻറ്റക്കിൾസും ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും നമുക്ക് വന്നിട്ടുണ്ട്. നിങ്ങളൊരു ക്യൂൻ ഓഫ് പെൻറ്റക്കിളായിട്ടാണ് വന്നത്. ഈ കണക്ഷനിൽ ആ വ്യക്തിക്ക് നിങ്ങൾ ഒരുപാട് സ്നേഹം നൽകി. നിങ്ങളുടെ സ്നേഹം, സപ്പോർട്ട് എല്ലാം തന്നെ നൽകി. എന്നെങ്കിലും ഒരു ദിവസം ഈ വ്യക്തി ചേഞ്ച് ആകും എന്നായിരുന്നു നിങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും സ്നേഹം കൊടുത്തുകൊണ്ടേയിരുന്നത്. കാരണം നിങ്ങൾ കൊടുത്തത് കുറഞ്ഞു പോയി, അപ്പോൾ അത് ഓക്കെ ആവുമ്പോൾ ശരിയാവും എന്നായിരുന്നു നിങ്ങളുടെ ഒരു പ്രതീക്ഷ. പക്ഷെ ഒരിക്കലും അവർ ചേഞ്ച് ആയില്ല എന്നത് മാത്രമല്ല, അവർ നിങ്ങളെ അവരിൽ നിന്നും അകറ്റി നിർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് വീണ്ടും വീണ്ടും അവർ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ നോൺസെൻസ് ബിഹേവിയറിന് നിങ്ങൾ എക്സ്ക്യൂസ് കൊടുക്കുകയും മാപ്പ് കൊടുക്കുകയും ഒക്കെ ചെയ്തു. അത് വൺ ടൈം അല്ല കേട്ടോ, മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾ ചെയ്തു. പക്ഷെ അവസാനം നിങ്ങൾ ഈ കണക്ഷനിൽ നിന്നും പോക്കവേ ആകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. നിങ്ങളത് ചെയ്യുകയും ചെയ്തു. ഇവിടെ ഈ ഹാങ്ഡ് മാൻ കണ്ടോ, ദിസ് ഈസ് ദ കറൻറ്റ് സിറ്റുവേഷൻ. ആളുകൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, നിങ്ങളൊരു വ്യക്തിയെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ നിങ്ങളുടെ സ്നേഹത്തിനും അറ്റൻഷനും വേണ്ടി നിങ്ങളുടെ പുറകെ വീണ്ടും വീണ്ടും വരും. പക്ഷേ അതൊരിക്കലും വർക്കാകില്ല. അവോയ്ഡ് ചെയ്യുന്ന വ്യക്തി ഒരിക്കലും അതൊന്നും മനസ്സിലാക്കുകയുമില്ല. അവർ വീണ്ടും വീണ്ടും പുറകോട്ട് പോകും. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ അവരുടെ പുറകെ വീണ്ടും വീണ്ടും ചെല്ലുമ്പോൾ നിങ്ങളെ വീണ്ടും അവോയ്ഡ് ചെയ്യാനുള്ള അവസരം നിങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അവോയ്ഡൻസ് കൂടുതൽ എനേബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പോകുന്ന ടൈമിൽ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യത്തേ ഉള്ളൂ കൂടുതൽ. സോ നിങ്ങളൊരു അവോയ്ഡഡ് പേഴ്സൺ ആയിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണെന്ന്? ആദ്യമൊക്കെ അവർ നിങ്ങളെ സ്നേഹം കൊണ്ട് റാപ്പ് ചെയ്യും. പിന്നെ പിന്നെ അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും നിങ്ങൾ അവരുടെ സ്പേസ് എടുക്കുകയാണോ എന്ന്. അപ്പോഴേക്കും അവർക്ക് ഈ റിലേഷനിൽ ഇൻട്രസ്റ്റ് കുറയാൻ തുടങ്ങും. പക്ഷേ ഈ നാർസിസ്റ്റും ഈ അവോയ്ഡഡ് പേഴ്സണും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നാർസിസ്റ്റ് പേഴ്സൺ നിങ്ങൾ ഒരിക്കലും സ്നേഹിക്കില്ല. അവരെപ്പോഴും സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും. അതുപോലെ അവർക്ക് അവരുടേതായ കുറേ ന്യായങ്ങളുണ്ട്. എന്നാൽ അവോയ്ഡഡ് പേഴ്സൺ ഒരിക്കലും അങ്ങനെയല്ല. അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇൻറ്റിമസി ഇഷ്ടമല്ല. അവർ അതിൽ നിന്നും ഒഴിഞ്ഞു മാറും. അവർക്ക് പേടിയാണ് അവരുടെ ഇൻഡിപെൻഡൻസ് നഷ്ടമാകുമോ എന്ന്. കാര്യങ്ങൾ സീരിയസ് ആകുമ്പോൾ അവർ ഫ്രിക്ക് ഔട്ട് ആവും. അവർക്ക് ഇൻഡിപെൻഡൻസ് വേണം. അവർക്ക് അവോയ്ഡൻറ്റ് എപ്പോഴും പുറകോട്ട് പോകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഇൻറ്റിമസി വേണ്ട, ഇൻഡിപെൻഡൻസ് വേണമെന്നാണ്. അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ അവരെ ഫോളോ ചെയ്യുകയാണ്, അവർ കൂടുതൽ പാനിക് ആകും. ഇപ്പോൾ ഈ അവോയ്ഡ് ചെയ്യുന്ന വ്യക്തിയുടെ പുറകെ നിങ്ങൾ പോകുന്ന ഓരോ സമയവും നിങ്ങൾ ആ വ്യക്തിക്ക് ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. എന്താണ്, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന്. ഇനി നിങ്ങളൊരു അവോയ്ഡൻ പേഴ്സണുമായിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇത് ശരിക്കും ഒരു ഗോൾഡൻ റൂളാണ് കേട്ടോ. ഒരു റിലേഷനിൽ ഒരു വ്യക്തി പിന്മാറുകയാണെങ്കിൽ ഒരിക്കലും അവരുടെ പുറകെ പോകരുത്. അതിപ്പോൾ അവർ ആരായിരുന്നാലും എന്ത് തന്നെയായിരുന്നാലും, അവർ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിലും
അവരുടെ പുറകെ ഒരിക്കലും നിങ്ങൾ പോകരുത്. ഇപ്പോൾ ആ വ്യക്തി ഒരു നാർസിസ്റ്റ് ആണോ അവോയ്ഡൻ്റ് ആണോ എന്നറിയില്ല. എന്നിരുന്നാൽ പോലും ഒരിക്കലും അവരുടെ പുറകെ വീണ്ടും പോകരുത്. കാരണം എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് പോകുന്നത് എന്നുള്ളത് അവർക്കേ അറിയൂ. അപ്പോൾ അങ്ങനെ ഇനി അഥവാ നമ്മൾക്ക് അറിയാമെങ്കിൽ പോലും നമ്മൾ അവരെ പോകാൻ അനുവദിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ അവരുടെ പുറകെ പോയി എന്ന് വെച്ച് ഒരിക്കലും നമ്മൾക്ക് അവരുടെ സ്നേഹം കിട്ടാൻ പോകുന്നില്ല. ഇപ്പം നിങ്ങൾ ചെയ്തത് എന്തായാലും കറക്റ്റായ ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. നമുക്കിവിടെ ഒരു 3 ഓഫ് സോർട്സും 5 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആ വ്യക്തിയുടെ അവസ്ഥയാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം അവർ കരുതി നിങ്ങൾ എന്നും അവരുടെ പുറകെ ചെല്ലുമെന്ന്. അത് തെറ്റാണെന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുത്തു. നിങ്ങളുടെ സൈലൻസ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ റിവെഞ്ച്. നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്കായി ചെയ്യുക. ഒരു വ്യക്തിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളെ വിട്ടു പോകില്ല. അവരെ ഒരിക്കലും നമ്മൾ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർ ഓൾറെഡി സ്വയം കൺവിൻസ് ചെയ്ത് വെച്ചേക്കുവാണ് അവർ നിങ്ങൾക്ക് ചേരില്ല എന്ന്. അപ്പോൾ പിന്നെ നമ്മൾ അവരെ എത്ര കൺവിൻസ് ചെയ്തിട്ടും കാര്യമില്ല. ഇതിപ്പോൾ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ, എല്ലാ റിലേഷൻഷിപ്പും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നോക്കിക്കോ, ഒരു വ്യക്തിക്ക് നിങ്ങളെ വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഈ ലോകത്തിലുള്ള എന്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളെ വേണ്ട. നിങ്ങളുടെ സ്നേഹവും ഡെഡിക്കേഷനും ഒന്നും അവരുടെ മൈൻഡ് ചേഞ്ച് ആക്കില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ അവസ്ഥയിൽ എത്തിയിട്ടില്ല എങ്കിൽ ഒരിക്കലും ഒരു അവോയ്ഡൻ്റെ പുറകെ പോകരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. ഇനി നമുക്ക് ഈ റീഡിങ്ങിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഭയങ്കര സങ്കടത്തിലാണ്. കാരണം നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. നിങ്ങളുമായി ഒരു പുതിയ തുടക്കം അവരിപ്പോൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കിവിടെ 3 കാർഡിൻ്റെ ഏസ് ഓഫ് കപ്സ് ഉണ്ട്, ഏസ് ഓഫ് വാൺസ് ഉണ്ട്, 4 ഓഫ് വാൺസ് ഉണ്ട്, 2 ഓഫ് കപ്സ് ഉണ്ട്. ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി. ഇവർ നിങ്ങളുടെ സോൾമേറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സോൾമേറ്റ് ആണെങ്കിൽ അവരെന്തുകൊണ്ട് അങ്ങനെ പോകുന്നതെന്ന്. നിങ്ങൾ കരുതുന്ന പോലെ സോൾമേറ്റ് ആണെന്ന് കരുതി കാണുമ്പോഴേ ഹഗ് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പം നിങ്ങൾ സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം, കാർമിക് പാർട്ട്ണർ, ഇവരാരാണെങ്കിലും അവർ കാർമിക് ലെസൺസുമായിട്ടാണ് വരുന്നത്. നിങ്ങൾ ആ റിലേഷനിൽ നിന്നും ആ കാർമിക് ലെസൺസ് പഠിക്കണം. ഇനി അത് നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ അവർ പോകും. അതായത് അവർ വരും, അവർ പോകും. പഠിച്ചിട്ടില്ല എങ്കിൽ അവർ വന്നതുപോലെ തന്നെ അവർ തിരിച്ചു പോകും. ആ റിലേഷൻ ലോസ്റ്റ് ചെയ്യില്ല. ഇനി ഇത് നിങ്ങളുടെ ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ നിങ്ങൾ ഈ ലെസൺസ് ഇതുവരെ പഠിച്ചിട്ടില്ല എങ്കിൽ, അഥവാ ഇനി നിങ്ങളിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഫോക്കസിങ് ഓൺ യുവർ ലൈഫ്, യുവർ ഗ്രോത്ത്, ലവിങ് യുവർ സെൽഫ്, ആൻഡ് ദാറ്റ്സ് എ റീസൺ ദ പേഴ്സൺ ഈസ് കമ്മിങ് ബാക്ക്. എന്തായാലും നിങ്ങളുടെ വ്യക്തി ഈ റിലേഷനിൽ നിന്നും ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. 5 ഓഫ് വാൺസ് ആൻഡ് ഒരു ഹാങ്ഡ് മാൻ ഉണ്ടായിരുന്നു. നമുക്കിവിടെ ഹാങ്ഡ് മാൻ. ഇപ്പോൾ അവർ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ വർത്തിയാണെന്ന്. നിങ്ങളൊരു ഡോർമാറ്റ് അല്ല എന്ന് അവർക്ക് മനസ്സിലായി. എന്തായാലും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഇനി വന്നില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക.